മുറപ്പെണ്ണ് രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 15. എവിടെ നോക്കിയാടി നടക്കുന്നേ? തൻ്റെ കൈക്കുള്ളിൽ ചാഞ്ഞു കിടക്കുന്നവളുടെ കണ്ണിലെ അമ്പരപ്പ് കണ്ടതും കണ്ണൻ അവളെ പിടിച്ച് നേരെ നിർത്തി. അവനിലെ പിടി അയഞ്ഞെന്ന് തോന്നിയതും ചുമ്മാ ഉടൻ തന്നെ അവനിൽ നിന്ന് രണ്ടടി അകന്നു മാറി നിന്നു. അതും മാധവിനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട്. എന്താണ് മേലെടുത്ത് വേദനാരായണിക്ക് ഒരു ദേഷ്യം? മുഖം തികച്ചും ഗൗരവത്തിലായിരുന്നെങ്കിലും അവൻ്റെ ചോദ്യത്തിൽ കുറുമ്പ് കലർന്നിരുന്നു. ചുമ്മാ മറുപടിയൊന്നും പറഞ്ഞില്ല. പകരം അവനെ ഒരു വട്ടം കൂടി നോക്കി ദഹിപ്പിച്ചു. ഒരിക്കലും ഓഫീസിൻ്റെ പടി ചവിട്ടാത്ത ഈ മുതൽ ഇങ്ങോട്ട് വന്നതിൻ്റെ കാരണം താഴെയിരിക്കുന്ന ആ മോളായിരിക്കും. മാധവിനെ കണ്ടതും പെണ്ണിൻ്റെ മനസ്സ് ദേഷ്യത്തോടെ പെറുപിറുത്തു. ഇത്തിരി മുൻപ് ഏതോ ഫയലിൻ്റെ ആവശ്യത്തിന് ഫസ്റ്റ് ഫ്ലോറിൽ പോയപ്പോൾ അവിടെ വെയിറ്റിംഗ് ഏരിയയിലിരിക്കുന്ന നിധയെ കണ്ടതിൻ്റെ ഞെട്ടലിലായിരുന്നു ചുമ്മാ അപ്പോഴും. എന്തേ, വല്ലതും പറഞ്ഞോ? മുഖം കുറുക്കിക്കൊണ്ടുള്ള മാധവിൻ്റെ ചോദ്യം വീണ്ടും അവളെ തേടിയെത്തി. ഇല്ല. ഉള്ളിൽ 1000 ചോദ്യങ്ങൾ തലപൊക്കുന്നുണ്ടെങ്കിലും കണ്ണനോട് ചോദിക്കാൻ അവൾക്കപ്പോൾ ഒട്ടും താല്പര്യമില്ലായിരുന്നു. ചോദിച്ചാൽ തന്നെ മാധവിൽ നിന്നും കിട്ടുന്ന ഉത്തരം മനപ്പാടവും ആയിരുന്നു. അല്ലെങ്കിൽ തന്നെ നിധിക്കും മാധവിൻ്റെ ഇടയിൽ താൻ ആരാണ്? ചുമ്മുവിൻ്റെ ചൊടികളിൽ പൊടുന്നനെ പരിഹാസം നിറഞ്ഞു. അമർത്തിയൊന്ന് മൂളിയിട്ട് ലിഫ്റ്റിൽ കയറാതെ താഴേക്കുള്ള പടികൾ ഇറങ്ങിപ്പോകുന്നതിനെ ഒരു നിമിഷം ചുമ്മു നോക്കി നിന്നു. ശേഷം നേരെ സിഇഒയുടെ ക്യാബിനിലേക്ക് വേഗത്തിൽ പാഞ്ഞു. വല്യമ്മാമേ. വാതിൽ വലിച്ചു തുറന്നതും പെണ്ണ് കണ്ടു അകത്ത് അച്ചുവിനോടും വിവേകിനോടും എന്തൊക്കെയോ ഫയലുകൾ കാട്ടിക്കൊണ്ട് സംസാരിക്കുന്ന ദേവരാജനെ. എന്താ മോളെ? അവളുടെ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായതും അയാളുടെ കണ്ണുകളിൽ ഒരു പതർച്ചയുണ്ടായി. എന്താണെന്ന് മാമയ്ക്കറിയില്ലേ? അതീവ ദേഷ്യത്തോടെയായിരുന്നു ചുമ്മുവിൻ്റെ ചോദ്യം. അവൾ നേരെ പാഞ്ഞു എന്ന് ഓഫീസ് ടേബിളിൻ്റെ മുൻപിൽ കിടക്കുന്ന കസേരകളിൽ ഒന്നിരിയിലേക്ക് കയറിയിരുന്നു. എന്താ ചുമ്മു, നിനക്കെന്താ ഇപ്പോൾ പറ്റിയേ? അശ്വിനും വിവേകും കൂടി ദേവരാജൻ്റെ അരികിൽ നിന്ന് നടന്നു എന്ന് അവക്കപ്പുറവും ഇപ്പുറവുമായി കിടക്കുന്ന കസേരകളിലായി ഇരിപ്പുറപ്പിച്ചു. മാമൻ്റെ അറിവോടുകൂടിയാണോ നിധിക്കിവിടെ ജോബ് ഓഫർ ചെയ്തത്? അടുത്തിരിക്കുന്നവരുടെ ചോദ്യങ്ങളൊന്നും അവൾ കേട്ടില്ല. പകരം കണ്ണുകൾ കുറുക്കി തനിക്ക് മുൻപിലിരിക്കുന്ന ദേവരാജൻ്റെ മുഖത്തേക്ക് പെണ്ണവൾ ഉറ്റുനോക്കി. അത് പിന്നെ ആ കുട്ടി, നമുക്ക് അതിനെ തള്ളിക്കളയാൻ പറ്റുമോ മോളെ? ഒന്നുമില്ലെങ്കിലും നമ്മളുടെ ബന്ധു കൂടിയല്ലേ അവള്. അച്ഛനില്ലാത്ത ആ കൊച്ചിൻ്റെ മുഖത്ത് നോക്കി പറ്റില്ലെന്ന് പറയാൻ എനിക്ക് കഴിഞ്ഞില്ലടി. അയാൾ വേദയ്ക്ക് മുൻപിൽ കുറ്റം ചെയ്തവനെ പോലെ തല കുനിച്ചിരുന്നു. ഓ, അപ്പം അങ്ങനെയാണല്ലേ. സാരയില്ല, കഴിഞ്ഞതൊക്കെ നിങ്ങൾ മറന്നു എന്ന് സാരം. പക്ഷേ എനിക്കങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. സാരമില്ല. ഇത്രയും നാളും ഞാൻ വിചാരിച്ചേ നിങ്ങൾക്കൊക്കെ ഞാൻ കഴിഞ്ഞ മറ്റാരും ഉള്ളൂ എന്നാ. എന്തായാലും ഇപ്പോൾ മനസ്സിലായി എല്ലാം. വളരെ ഉറപ്പോടുകൂടിയും ഗൗരവത്തോടുകൂടി അതൊക്കെ പറഞ്ഞുവെങ്കിലും പെണ്ണിൻ്റെ മുഖത്ത് സങ്കടം നിഴലിച്ചിരുന്നു. മോളെ, അങ്ങനൊന്നും പറയല്ലേടി. നീ എൻ്റെ കുഞ്ഞല്ലേ. മാമന് നീ കഴിഞ്ഞല്ലേ ഉള്ളൂ മറ്റാരും. വളരെ ആത്മാർത്ഥമായിട്ടാണ് അയാളത് പറഞ്ഞത്. പക്ഷെ വേദിയുടെ മുഖത്ത് ആത്മനിന്ദ കലർന്നിരുന്നു. ഇനിയൊന്നും പറയണ്ട മാമേ. ഓഫീസിൻ്റെ പടി ചവിട്ടാത്തവർ പോലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്കൊക്കെ എത്രത്തോളം ഇഷ്ടം അവളോടുണ്ടെന്ന്. ഉള്ളിലുള്ള സ്നേഹം എനിക്ക് വേണ്ടി പൊത്തിപ്പിടിച്ചു വെച്ച് ആരും ഇനി നടക്കണ്ട. അവൾ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. ശേഷം റൗണ്ട് ടേബിളിൻ്റെ മുകളിലേക്ക് കൈ കുത്തിപ്പിടിച്ചു വെച്ചിട്ട് ദേവരാജൻ്റെ മുഖത്തേക്ക് ഒരു വട്ടം കൂടി ഉറ്റുനോക്കി നിന്നു. ആ നോട്ടത്തിലെല്ലാം ഉണ്ടായിരുന്നു. ദേഷ്യവും സങ്കടവും നിസ്സഹായതയും സ്വാർത്ഥതയും ഒറ്റപ്പെടലും എല്ലാം. മോളെ. ദേഷ്യവും സങ്കടവും സ്വയം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവളെ നോക്കാൻ അയാളൊരല്പം പാടുപെട്ടു. പോട്ടെ വല്യമ്മാമേ, എത്രയൊക്കെ പറഞ്ഞാലും അവൾ മാമൻ്റെ വീട്ടിലെ കുട്ടിയാണെന്നുള്ള കാര്യം ഞാനങ്ങ് മറന്നുപോയി. എന്നോടൊന്ന് ക്ഷമിച്ചേക്ക്. തൻ്റെ അരികിലായി നിൽക്കുന്ന അച്ചുവിൻ്റെയും വിവേകിൻ്റെയും പിൻവിളിക്ക് പോലും കാതോർക്കാതെ അവൾ ക്യാബിൻ ഡോർ വലിച്ചു തുറന്ന് കാറ്റുപോലെ പുറത്തേക്ക് പാഞ്ഞുപോയി. അച്ഛേ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അശ്വിൻ ആകെ തകർന്നവനെ പോലെ കസേരയിലിരുന്നു. ഇനിയിപ്പോൾ കൊടുത്ത ഉദ്യോഗം തിരിച്ചു വാങ്ങാനും നമ്മളെ കൊണ്ട് പറ്റത്തില്ലല്ലോ വല്യച്ചേ. വിവേകം വല്ലാതായി. അയാൾ വെറുതെ മൂളിക്കൊണ്ട് ടേബിളിന് മുകളിലിരുന്ന പേപ്പർ വെയിറ്റ് എടുത്ത് വെറുതെ കറക്കിക്കൊണ്ടിരുന്നു. ചുമ്മുന് നല്ല സങ്കടമായിട്ടുണ്ട്. പ്രത്യേകിച്ചും
കണ്ണൻ ഇതിൽ ഇടപെട്ടതാണ് ഇത്രയ്ക്കും കുഴപ്പമായത്. അച്ചു കസേരയിലേക്ക് ചാരിക്കിടന്നുകൊണ്ടൊന്ന് നെടുവീർപ്പെട്ടു. ദേവരാജൻ അപ്പോഴും ഒന്നും പറഞ്ഞില്ല. പകരം എഴുന്നേറ്റ് മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി നേരെ മറുവശത്ത് കാണുന്ന ക്യാബിനിലേക്ക് വേഗത്തിൽ കയറി. എന്താ ഏട്ടാ? എന്തോ തിരക്കിലായിരുന്ന കൃഷ്ണദാസ് പൊടുന്നനെ തൻ്റെ മുറിയിലേക്ക് കയറി വന്ന ഏട്ടനെ കണ്ട് ഒന്ന് ഞെട്ടി. നിതയുടെ കാര്യത്തിൽ ചുമ്മു പിണങ്ങി. അയാൾ സങ്കടത്തോടെ ചെന്ന് സോഫയിലേക്ക് ചാരിയിരുന്നു. ശേഷം കഴുത്തിലെ ടൈ ഒന്ന് ലൂസ് ചെയ്തുകൊണ്ട് അനിയനെ ഒന്ന് നോക്കി. അത് നമ്മൾ പ്രതീക്ഷിച്ചതല്ലേ ഏട്ടാ? അത് സാരില്ല, എങ്ങനെയെങ്കിലും നമുക്ക് അവിടെ പിണക്കം മാറ്റാന്നേ. നമ്മുടെ ചുമ്മുവല്ലേ, അവൾക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. മൂത്ത സഹോദരനെ ആശ്വസിപ്പിക്കാൻ എന്നവണ്ണം പറഞ്ഞുവെങ്കിലും വേദയുടെ പിണക്കം എങ്ങനെ മാറ്റാം എന്ന ചിന്തയിലായിരുന്നു കൃഷ്ണദാസ്. എടി ചുമ്മു, മതിയടി, ഇപ്പം തന്നെ കൂടുതലായി. രണ്ടാമത്തെ ബോട്ടിലേക്ക് പെണ്ണിൻ്റെ കൈ നീണ്ടപ്പോൾ പങ്കു അവളെ ശാസനയോടെ ഒരു നോട്ടം നോക്കി. സാധാരണ പങ്കുവിന് കമ്പനി കൊടുക്കാൻ വേണ്ടി മാത്രം കുടിക്കുന്നവൾ ഇന്ന് ആരോടോ ഉള്ള ദേഷ്യം തീർക്കുവാനോടെ കുപ്പികൾ കാലിയാക്കുന്നു. പോടാ നീയൊന്ന്, ഞാൻ കുടിക്കും, ഇനിയും കുടിക്കും. നശിക്കട്ടെ, എല്ലാം നശിക്കട്ടെ. കൂടെ നിന്നിട്ട് എല്ലാവരും കൂടി എന്നെ ചതിക്കുമായിരുന്നു. മണ്ടിയാഞ്ഞ് മരമണ്ടി. എല്ലാം വിശ്വസിച്ചു, എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിച്ചു. അടുത്ത കുപ്പി പൊട്ടിച്ച് തൊണ്ടക്കുഴിയിലേക്ക് അപ്പാടെ കമഴ്ത്തിയവൾ. പങ്കു ഇത്തവണ അവളെ തടഞ്ഞില്ല. ചുമ്മുവിൻ്റെ ഉള്ളിൽ അവൾ അനുഭവിക്കുന്ന സങ്കടങ്ങളുടെ തീവ്രത അവന് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ വെറുതെ ടെറസിൻ്റെ ചുവരിലേക്ക് ചാരിയിരുന്നു കൊണ്ട് ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കി എണ്ണിക്കൊണ്ടിരുന്നു. ചെക്കൻ്റെ മനസ്സിലേക്ക് പൊടുന്നതിന് തങ്ങളുടെ കുട്ടിക്കാലം ഓർമ്മ വന്നു. അച്ചുവേട്ടനും അനുവേട്ടനും വിവേകേട്ടനും വിപിനേട്ടനും പിന്നെ കണ്ണേട്ടനും ചുമ്മുവും താനും 6 മുറിച്ചെറുക്കന്മാരുടെ കൂടെ കൂടിയത് നടന്നുകൊണ്ട് ചുമ്മുനെ തങ്ങളെല്ലാവരും ആൺകുട്ടിയെപ്പോലെയായിരുന്നു ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. തങ്ങൾ കളിക്കുന്ന എല്ലാ കായിക മത്സരങ്ങളിലും അവൾ പങ്കെടുക്കുമായിരുന്നു. ഞങ്ങൾ ചേരുന്ന എല്ലാ മാർഷൽ ആർട്സിലും അവളും ചേരുമായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ അവളെ കൊഞ്ചിച്ച് വഷളാക്കിയപ്പോൾ കണ്ണേട്ടൻ മാത്രമാണ് അവളെ ശാസിക്കുകയും ശകാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ കണ്ണേട്ടൻ പറഞ്ഞ ചുമ്മാ എന്തും ചെയ്യുമായിരുന്നു. അത്രയ്ക്കിഷ്ടമായിരുന്നു ഏട്ടനെ അവക്ക്. പക്ഷെ അന്ന് ആ നശിച്ച ദിവസം എല്ലാം തകർന്നു. അതൊന്നും ഓർക്കാൻ ഇഷ്ടപ്പെടത്തില്ലാത്ത ഒരുവനെ പോലെ പങ്കു തൻ്റെ തലയൊന്ന് കുടഞ്ഞു വിട്ടു. ശേഷം വീണ്ടും ചുമ്മു ഇരിക്കുന്ന വശത്തേക്ക് അവൻ നോട്ടം വായിച്ചു. അവിടെ ഇപ്പോഴും കുടി നടത്തിയിട്ടില്ല. പെറുപെറുക്കലുകളും പദം പറച്ചിലും എല്ലാം ഇപ്പോഴും പൂർവാധികം ശക്തിയോടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എടി, വെല്ലച്ചൻ ചിലപ്പോൾ അവളുടെ ഗതികേട് കണ്ട് ജോലി കൊടുത്തു പോയതായിരിക്കും. എത്രയൊക്കെയാണേലും ദേവകി വല്യമ്മയുടെ ബന്ധുവല്ലേടി അവള്. അതിന് നീ ഇത്രയും സങ്കടപ്പെടേണ്ട കാര്യം എന്താ ചുമ്മു? അവന് ചോദിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഇത്രയും തകർന്ന അവസ്ഥയിലായിരുന്ന ചുമ്മുവിനെ അവൻ നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും കാണുന്നത്. തുഫ്, ബന്ധു. ദേവകി മാമിയുടെ ബന്ധു എന്നുള്ള ഒറ്റ ക്വാളിഫിക്കേഷൻ മാത്രമേ ആ പെണ്ണിനുള്ളൂ. അതുകൊണ്ട് നീ അത് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. പിന്നെ നീ എന്നോട് പറഞ്ഞല്ലോ സങ്കടപ്പെടേണ്ടെന്ന്. 10 വർഷങ്ങൾക്ക് മുന്നേ ഇവിടുന്ന് പോയോള് ഇങ്ങോട്ടേക്ക് പിന്നെയും വലിഞ്ഞു കയറേണ്ടി വരേണ്ട കാര്യം എന്താ? അത് നിൻ്റെ കാലൻ ചേട്ടൻ്റെ സ്വന്തം റെക്കമെൻഡേഷനിൽ. അങ്ങേര് ഇത് മനഃപൂർവ്വം ചെയ്തതാ. എന്നെ കരിവാരത്തേക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തത്. മാധവിനോടുള്ള ദേഷ്യത്തിൽ പെണ്ണിൻ്റെ മുഖം വീണ്ടും മുറുകി. അവൾ രണ്ടാമത്തെ കുപ്പി വീണ്ടും വായിലേക്ക് കവിഴ്ത്തി. എടി മതി, വാ താഴേക്ക് പോകാം. കണ്ണേട്ടം കണ്ടം നമുക്കിട്ട് കിട്ടും. പങ്കുവിൻ്റെ പേടി മുഴുവനും അതായിരുന്നു. ഇന്നാളിന് നൈറ്റ് ഡ്യൂട്ടിയാണ്. എങ്കിലും ചിലപ്പോൾ സ്റ്റേഷനിൽ തിരക്കൊന്നുമില്ലെങ്കിൽ നേരത്തെ വരാനുള്ള സാധ്യതയുണ്ട്. ഒരു കണ്ണേട്ടൻ. ഇനി അങ്ങരുടെ പേര് നീ എൻ്റെ മുന്നിൽ വെച്ച് ശബ്ദിച്ചു പോകരുത്. കണ്ണേട്ടനല്ല അയാൾ, കാലേട്ടനാ. എന്നെ കുടിക്കാൻ വേണ്ടി മാത്രം ജനിച്ച രക്തരക്ഷസ്. ലേസ് കവറിലെ ബാക്കിയുള്ള ചിപ്സ് എല്ലാം കൂടി ഒരുമിച്ചെടുത്ത് വായിലേക്ക് തള്ളിക്കയറ്റിയിട്ട് ചുമ്മു ദേഷ്യത്തോടെ അതിനെ ശബ്ദമുണ്ടാക്കി ചവച്ചരച്ച് വിഴുങ്ങി. ചുമ്മു, സമയം ഒരുപാടായി, ഇനി എവിടെ ഇരിക്കണ്ട. അതുമല്ല മഴക്കോളുണ്ട്. നീ ഇങ്ങ് എഴുന്നേറ്റേ. അവൻ തറയിൽ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ചുമ്മുവിൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ച് എഴുന്നേപ്പിച്ച് നിർത്തി. ശേഷം പതിവ് പോലെ കാലിക്കുപ്പുകളും ചിപ്സിൻ്റെ കവറുകളും എല്ലാം പെറുക്കി ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് എടുത്ത് വാരിയിട്ടു. എടാ ജമ്പ, നീ എന്നെ ഇങ്ങനെ ഇട്ടിട്ട് പോവോടാ? പോന്നേ, പറഞ്ഞിട്ട് പോണേടാ. ഇങ്ങനെ 2 വള്ളത്തേൽ കാല് ചവിട്ടരുത്. ചുമ്മാ പാവാടാ, നിനക്കറിയില്ലേ? പെണ്ണിനെ കുടിച്ചത് തലയ്ക്ക് പിടിച്ചെന്ന് തോന്നുന്നു.
വലത് കൈയിലെ ചൂണ്ടുവിരൽ പങ്കുവിൻ്റെ നെഞ്ചിൽ കുത്തിക്കൊണ്ടാണ് നിന്ന് സംസാരിക്കുന്നത് പോലും. എടി, ഒന്നും മിണ്ടാതെ വാടി, ആരെങ്കിലും കേട്ടാൽ ഇത് മതി. പെണ്ണിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് വലിച്ചതും അവൾ നിന്നെടുത്ത് നിന്ന് അനങ്ങാതെ നിന്നുകൊണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത്. എടി കൊപ്പെ, പതിയെ, ആരേലും കേൾക്കും. അവൻ പെണ്ണിൻ്റെ വായ കൈപ്പത്തി കൊണ്ട് മൂടി വെച്ചു. പക്ഷെ ചുമ്മാ അവൻ്റെ കൈ കിട്ടൊരാറ് കടി കൊടുത്തു. ഹാ പട്ടി, എൻ്റെ കൈ കടിച്ചു പറിക്കുന്നോടി. പങ്കു അവൻ്റെ വലങ്കൈ പെട്ടെന്ന് പിന്നിലേക്ക് വലിച്ചെടുത്തു. എടാ തുമ്പ, ഞാനേ നിനക്കൊരു ഉമ്മ തന്നോട്ടേടാ. ചെക്കൻ്റെ കവിളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവൻ ഉമ്മ കൊടുക്കാനായി തുനിഞ്ഞു പെണ്ണ്. എന്താ ഇവിടെ? പൊടുന്നനെ ടെറസിലെ ഡോറിൻ്റെ വശത്തു നിന്നുള്ള ശബ്ദം കേട്ടപ്പോഴാണ് പങ്കു ഞെട്ടി അങ്ങോട്ടേക്ക് നോക്കിയത്. കൈ രണ്ടും നെഞ്ചിൽ പിണച്ചു കെട്ടിവെച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ണേട്ടൻ. പോലീസ് യൂണിഫോമാണ് വേഷം. ആ മുഖം മുറുകിയിട്ടുണ്ട്, കണ്ണുകൾ ചുവന്നിട്ടുണ്ട്. തന്നെ അടുത്ത് നിൽക്കുന്ന ചുമ്മുവിനെ ദഹിപ്പിക്കുന്ന രീതിയിൽ മാറി മാറി നോക്കുന്നുണ്ട്. എല്ലാം കൂടി കണ്ടപ്പോഴേക്കും ചെക്കൻ പേടികൊണ്ട് ഉമിനീരിറക്കിപ്പോയി. കണ്ണേട്ടാ, അത് പിന്നെ ഇവക്ക് പങ്കു എന്തൊക്കെയോ പറയാനായി തുനിഞ്ഞെങ്കിലും മാധവിൻ്റെ തീക്ഷ്ണമായ നോട്ടത്തിനു മുമ്പ് പതറിപ്പോയിരുന്നു. നീ താഴേക്ക് പോ. അതൊരു ആജ്ഞയായിരുന്നു, അതും അവനെ വിറപ്പിക്കാൻ പോകുന്നത്. കണ്ണേട്ട, ഇവള് നടക്കാനാവാതെ തൻ്റെ കയ്യിൽ തൂങ്ങി ദേഹത്തേക്ക് ചാരി നിൽക്കുന്ന ചുമ്മുവിനെ കാട്ടി അവൻ വെപ്രാളത്തോടെ ഉമിനീരിറക്കി. നിന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ഇവളെ താങ്ങാൻ പറ്റുമോ? പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് നടന്നി എന്നവൻ ചുമ്മുവിനെ തൻ്റെ ഇരു കൈകളിലുമായി കോരിയെടുത്തു. എടാ പങ്കു, നിന്റെ ഏട്ടംകാലിനെ ഞാനുണ്ടല്ലോടാ. മാധവിൻ്റെ കൈകളിൽ കിടന്നുകൊണ്ട് ഉച്ചത്തിൽ അവൾ വിളിച്ചു കൂവുന്നുണ്ടായിരുന്നു.